number 549. Code number 549. നമസ്കാരം. പ്രിയമുള്ളവരെ, സന്ധ്യ, അസാധാരണമായൊരു സന്ധ്യ. അന്തിവയിൽ അണയാനുള്ള പുറപ്പാട്. മേഘപ്പാളികൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരത പരത്തുന്ന സൂര്യൻ, ഭയപ്പെടുത്തുന്ന കാറ്റും കോളും ഇടിമിന്നലും. ഏതോ ദുരന്തം സംഭവിക്കുകയാണോ? അതാ നോക്കൂ, ആകാശവീഥിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചെറുകടിയുമായി കണ്ടില്ലേ ഒരു ആനറാഞ്ചി പക്ഷി. അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറ്റൊന്നല്ല, ഒരു വെളിപ്പാടത്തിൽ രാജപ്രഭയിൽ ശിരസ്സേർന്ന് നിൽക്കുന്ന വെമ്പല നാട്ടിലെ രാജകൊട്ടാരം. അന്തിചുവപ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന കൊട്ടാരം. മണിച്ചിത്രത്താഴിട്ട് കൂട്ടിയ കവാടം. അത് ലക്ഷ്യം വെച്ച് ശരവേഗത്തിൽ പറക്കുകയാണ് ആ പക്ഷി. അതാ പക്ഷി കവാടവാതിൽക്കൽ ആഞ്ഞടിച്ചു. കഷ്ടം! അതിന്റെ ശിരസ് പിളർന്ന് ഒരലർച്ചയോടെ നിലം പതിച്ചു. ഒരു നിമിഷം എല്ലാം ശാന്തം. പ്രിയപ്പെട്ടവരെ, ആ പക്ഷി യഥാർത്ഥത്തിൽ ഒരു പക്ഷിയായിരുന്നു. പക്ഷിയും കൊട്ടാരവും തമ്മിലുള്ള ബന്ധമെന്ത്? ചത്തുവീണ പക്ഷിക്ക് എന്തു സംഭവിച്ചു? നീണ്ടു പോകുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കെട്ടിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ചരിത്ര താളുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദനക്കെട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാനെ, തമ്പുരട്ടിക്കൊരു കത്തിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാനെ, തമ്പുരട്ടിക്കൊരു കത്തിൽ വേണം. കട്ടിൽ കടായുവാനായി കിഴകൻ, കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു നിയമം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടക്കാം, എവിടെയും കിടക്കാം. കട്ടിലിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ച തമ്പുരാട്ടിക്ക് വിലയേറെ കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ കട്ടിൽ വേണമെന്നൊരു വാശി. ചന്ദനക്കെട്ട് തന്നെ ആകും വേണം. അറിഞ്ഞ മാത്രയിൽ തന്നെ തമ്പുരാന്റെ കൽപ്പന വന്നു. ആരവിടെ? മേഡം കിച്ചൻ ഹാജരാകട്ടെ. മേഡം എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേൾക്കേണ്ട താമസം. മേനോ കിച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി തമ്പുരാനെ വണങ്ങി നിന്നു. അവർ ചന്ദനമരം തേടി അലയുന്നതിനിടയിൽ മേനോ കിച്ചന്റെ മനസ്സിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗം തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി കൊണ്ട തമ്പുരാട്ടി. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊഴി കൊണ്ട തമ്പുരാട്ടി. കാലുകിരിന്റെ മണം പുരണ്ടും കണ്ണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല കുതിർന്നു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വെമ്പല നാട്ടിലെ തമ്പുരാട്ടി. തെങ്ങിൻതോപ്പുകളും വയലേലകളും കുറ്റിക്കാടുകളും താണ്ടി ചന്ദനമരം തേടിയിലെന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം പൊട്ടല്ലാതെ വഴിയിലേക്കാരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞു തിരിച്ചു വന്ന തലയോട് കൂടി പിടിയിലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കുന്നില്ല. ഇനി തളർച്ച മാറ്റിയിട്ട് തന്നെ അവർ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുണ്ണുവാനായി ഒരു അരുവിയുടെ തീരത്തിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തോ കണ്ട മട്ടിൽ ഒരാൾ അതാ അതെന്താണെന്ന് നോക്ക്. അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ടു തഴക്കമാർന്ന തലവനാശായിതൻ ചെന്നു നേരെ. ഇടതു കൈപ്പത്തി വിലങ്ങണി വെച്ച് ഇടയിൽ പുരീകം ചുളിച്ചു നോക്കി.
നല്ല മുഴുത്ത ചന്ദനം തന്നെ. ഇത് കേട്ട പാതി എല്ലാവരും എഴുന്നേറ്റ് അരുവിയിൽ കൈ കഴുകി ആ ചന്ദന മരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറു ചില്ല കൊത്തിയെടുത്ത് മറന്നു നോക്കി. ആഹാ, ഇത് ചന്ദനം തന്നെ. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തെയും കോടാലിയും എടുത്ത് ആ ചന്ദന മരത്തിന് നേരെ ആഞ്ഞു വീശി. വിട്ട് ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കുത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നെടുത്ത് നിന്ന് പരസ്പരം നോക്കി. ആരുടേതാണ് ശബ്ദം? ഇവിടെ ശബ്ദം. ഇവരുടെ വിഷയോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് തിരിച്ചു പോകാം. ഭയന്ന് പറച്ച് അവർ പരസ്പരം പറഞ്ഞു. പക്ഷേ ചന്ദനമരം ഇല്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ? മേനോക്കിച്ചൻ അവരെ തടഞ്ഞു. തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മിഴിച്ചു നോക്കി. എരിവുള്ളു പോരാ, ചടച്ചു പോരാ, നീ കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ട് ചേർന്നു പോയാൽ തടിയും തലായും പിരിയുമല്ലോ. വരുന്നത് വരട്ടെ, ഞാൻ കയറാം. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷ്യോ മറ്റോണെങ്കിൽ പിടിക്കാതിരിക്കാൻ ദാ ഈ കത്തി അരയിൽ തിരികെ വെച്ചു. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു പെറിച്ചു നെഞ്ചുരഞ്ഞ് ഒരു വിധം അവൻ ആ മരത്തിന് മുകളിലെത്തി. അവിടെ ഒരു വലിയ പൊത്തും. ഇതിലേക്ക് നോക്കിയപ്പോൾ അവനവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവ് കൊണ്ടു പുതച്ചവിടെ കുത്തിയിരിക്കുന്നു തൻ കുളിരെ, ഇരുളിനകത്തു കൊളുത്തിയ ചോരരുമ കനക വിളക്ക് പോലെ. അന്തി തൊടും മുകിലിൻ നടുവിൽ പൊന്തി വരും കൊച്ചു താര പോലെ. ചെമ്പട്ടിനുള്ളിൽ വച്ച ചെമ്പുറ്റ മാണിക്ക കല്ല് പോലെ. ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നറുമൊട്ട് പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. കുട്ടി ഇങ്ങനെ മരപ്പത്തിലെത്തി ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി. ആനറാഞ്ചി പക്ഷി കൊണ്ടുവന്നു ആ മരപ്പൊത്തിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പൂജി പോലും. ആനറാഞ്ചി പക്ഷി റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാത്രം നിർവിശേഷമായ സ്നേഹം തോന്നി. അത് കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ച് വളർത്തി. രാവിലെ കൂട് വിട്ടിറങ്ങിയാൽ ഇരുട്ടുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞിനുള്ള കായ്നിരകളുമായി പക്ഷി തിരികെ വരും. ഈ കുഞ്ഞിനും സ്വന്തം അമ്മയെ പോലെ തന്നെയായി മാറി ആ പക്ഷി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് പൊത്തിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹമില്ലാതെയല്ല. പക്ഷെ അങ്ങനെ പോയാൽ ചിറകിട്ടടിച്ചു മരിച്ചുപോലും. ചുവപ്പിൽ പൊതിഞ്ഞെടുത്ത അമ്പിളി കുഞ്ഞിനെ പോലെ കട്യാവ് കൊണ്ട് മൂടി പുതപ്പിച്ച് അയാൾ ആ കുഞ്ഞിനെ താഴേക്കിറക്കി. എല്ലാവരും ആ കുഞ്ഞിനെ നിലം തുടിക്കാതെ വാരി പുണർന്നു. തമ്പുരാന്റെ കൽപ്പന ഓർത്ത മേനോക്കിച്ചൻ പറഞ്ഞു, ഇനി മരം മുറിക്കാം, കുഞ്ഞിനെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. പത്തി പരത്തി പറന്നെടുക്കും കോടാലി പൊങ്ങിത്താടും കരേറ്റ ചന്ദന തലതിരിഞ്ഞ് ഉടനെ ചലറി നിലം വലിച്ചു. ഇലകളും ചില്ലകളും കൊത്തിമാറ്റി എല്ലാവരും ചേർന്ന് തടി തോളിലേറ്റി ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഏലോ ഏലേലോ ഏലോ ഏലേലോ. ആഹ്ലാദത്തിനിടയിലും തൊലരാന്തലോടെ എല്ലാവരുടെയും നെഞ്ചിൽ ഒരു ചോദ്യം ഉയർന്നു. പിഞ്ചു കുഞ്ഞിനെ എന്ത് ചെയ്യും? പകൽ വിടവാങ്ങി രാത്രി വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തന്റെ കുഞ്ഞിനുള്ള കായ്നിരകളുമായി തിരികെ വന്ന പക്ഷി കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. ഈശ്വരാ, ഞാൻ എന്തായി കാണുന്നത്? ഇവിടെ നിന്നിരുന്ന എന്റെ മരമെവിടെ? എന്റെ കൂടെവിടെ? എന്റെ കുഞ്ഞെവിടെ? ചിറകിട്ടടിച്ച് നിലവിളിച്ച് തകർന്ന ആ അമ്മക്കിളി ഇരുളിൽ ഒരു മരച്ചിലയിൽ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. നിലാവ് പരന്നു തുടങ്ങി. ആ പക്ഷി നിലാവിളിച്ചത് ചോരപ്പാട് പോലെ എന്തോ കണ്ടു. എന്താണത്? അടയാളമായിട്ടിരിക്കുന്ന ആ കട്യാപകൃഷ്ണൻ നോക്കി പക്ഷി കുറെ ദൂരം പറന്നു ചെന്നു. പക്ഷി കുറെ കഴിഞ്ഞപ്പോൾ ആ അടയാളം കാണാതായി. പക്ഷെ കുഞ്ഞിനോടുള്ള അഗാധമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞ് പറന്നടുക്കുകയാണ് ആ പക്ഷി. അമ്മതൻ സ്നേഹം
സീതകളെ കൊണ്ടുപോയ മാർഗം അരമന തന്റെ അടഞ്ഞ വാതിൽ ഹരികത്തടഞ്ഞതു ചത്തു വീണു. കൊട്ടാരത്തിലെ അടഞ്ഞ വാതിലിൽ തട്ടി ആ പക്ഷി ചത്തു വീണു. പാതി വിടർന്ന കൊക്കുമായി കിടക്കുന്ന അതിനെ കണ്ട് കൊട്ടാരക്കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറി. ചന്ദനച്ചീലുകൾ കൊണ്ട് ചിതയൊരുക്കി ആ പക്ഷിയുടെ ജഡം വിരാളിപ്പട്ടിൽ പൊതിഞ്ഞ് വിരോചിതമായി തന്നെ സംസ്കരിച്ചു. പൊള്ളുന്ന ആ കാഴ്ച കണ്ട് ഇളം പൈതൽ പൊട്ടിക്കരഞ്ഞു. കാലം കടന്നുപോയി. ഇളം പൈതൽ വളർന്ന് സുന്ദരിയായി. കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാട്ടിയായി. തമ്പുരാട്ടിക്ക് വേണ്ടി അതിമനോഹരമായ മറ്റൊരു ചന്ദനക്കെട്ടിൽ തന്നെ പണി കഴിപ്പിച്ചു. മട്ടുപ്പാവിൽ തന്റെ പ്രിയതമൻ അവളെ ആ കട്ടിലേക്ക് സ്നേഹപൂർവ്വം കൊണ്ടുപോകുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഊർന്നിറങ്ങുകയാണ്. അവൾ കരയുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാമുരമ്മയെ പറ്റിയോർത്തോ ചിറകുവിടർന്ന ഭാഗ്യമോർത്തോ. ചിറകാമുരമ്മയെ പറ്റിയോർത്തോ ചിറകുവിടർന്ന ഭാഗ്യമോർത്തോ. ഉത്തരം കണ്ടെത്താൻ സഹൃദയരെ ചുമതലപ്പെടുത്തട്ടെ. മരണത്തിലും സ്വന്തം കുഞ്ഞിനായി ദാഹിക്കുന്ന മഹനീയമായ മാതൃത്വത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.